ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഈ ചിരിയുടെ രഹസ്യം എന്താന്നുള്ളത് നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വന്നിരുന്നു, പക്ഷേ ലിമിറ്റേഷൻസ് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് പറയാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് കിട്ടി. ഇവിടെ ഇറ്റ്സ് എ റിയൽ ഷീസ് എ റിയൽ സർവൈവൽ. സർവേ ചെയ്ത് ആള് ഈ സാധനം തൂക്കിയിരിക്കുകയാണ്. നമ്മുടെ അനുമോള് കപ്പ് തൂക്കി ഇരിക്കുകയാണ്. എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക്, അതായത് എൻ്റെ കമന്റ് ബോക്സിൽ തന്നെ ഓൾമോസ്റ്റ് വന്നിരിക്കുന്ന കമന്റ്സിൽ പ്രാർത്ഥനകളുണ്ട്. കപ്പ് കിട്ടിയില്ലേലും വേണ്ടില്ല, പാവം കൊച്ചിന് ജീവനോടെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ കമന്റ് ഉണ്ട്. ലൈവ് കണ്ടിട്ട് നെഞ്ചു പൊട്ടുന്ന ദൈവം എന്ന് പറയുന്ന കമന്റ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രേ ചെയ്ത് ആ പ്രാർത്ഥന ദൈവം കേട്ടു. സോ നമ്മുടെ അനുമോള് കപ്പെടുത്തിയിരിക്കുകയാണ്. സോ ഇതൊരു എന്താ പറയാ, ലൈക്ക് വളരെ ടെൻഷൻ പിടിച്ചൊരു സീസണായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ, ഇതിൽ ആര് കപ്പെടുക്കും? അതേപോലെ ഞാൻ ഇതിന്റെ ഫ്ലാഷ് ബാക്കിലോട്ട് ഒന്ന് ടപ്പേന്ന് പോവാൻ ഇപ്പൊ നമുക്ക് ചില്ലാവാലോ, എൻജോയ് ചെയ്യാലോ. നമ്മുടെ അനുമോള് ജയിച്ചല്ലോ, കുറെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് ആള് ജയിച്ചു. ആൻഡ് പ്രേക്ഷകരും റൈറ്റ് സെലക്ഷൻ തന്നെയാണ് ചെയ്തത്. ഇതിൽ കുറെ ആൾക്കാർ വന്നിട്ട് PR ആണ്, പയറാണ്, ചെറുപയറാണെന്നൊക്കെ പറയും. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം PR ഇല്ലാത്തവർ ആരുമില്ല. കഴിഞ്ഞ സീസണിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു 1/4 കിലോ, 1/2 കിലോ, 5 കിലോ, 10 കിലോ ഗോഡ് ഓൺ വൈസ് PR-ഉം പയറും ചെറുപയറൊക്കെ. സോ ഈ ഒരു സീസണിൽ മാത്രമല്ല ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. അടുത്ത സീസണിൽ പോകുമ്പോഴും ഈ പയറും പെരിയാറൊക്കെ കൊണ്ടായിരിക്കും എല്ലാവരും പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരാളെ പരമാവധി അടിച്ചിടാൻ നോക്കി. ഇറ്റ്സ് എ ഗെയിം ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജി. ആ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജിനെ കൂട്ടിമുട്ടിയിട്ട് നമ്മൾ എപ്പോഴും ലൈഫിൽ ചിന്തിക്കുന്ന പോലെ തന്നെ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. പോസിറ്റീവ് ആണ് ജയിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ ഹെയർ ഇന്റൻഷൻ ഇസ് പ്യുവർ. ആൾ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു ലൈഫിനൊക്കെ ഇപ്പോൾ ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. അനുമോള് പറഞ്ഞ മാതിരി നല്ലത് വരട്ടെ, നല്ലതേ വരുള്ളൂ. ഇത് എനിക്ക് നേരത്തെ ഈ സാധനം അറിയായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമുക്കത് പറയാൻ പറ്റത്തില്ല. അറിയായിരുന്നു എന്ന് പറഞ്ഞത് ഏഷ്യാനെറ്റ് എന്നെ വിളിച്ച് പറഞ്ഞതല്ല കേട്ടോ. കഴിഞ്ഞ സീസണിൽ 4 hours to go, 5 hours to go, 4 hours to go, 3 hours go, 2 hours go, 1 hour to go എന്നുള്ള രീതിയിൽ ലാസ്റ്റ് 1 hour to goയിൽ അനുമോളാണ് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഉള്ളിലും ഇതിപ്പോൾ ഈ പറഞ്ഞ മാതിരി നമുക്കിഷ്ടമുള്ള ആള് ജയിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ ആയിരിക്കും എന്നല്ല. എനിക്ക് ഇൻസ്റ്റയിലും ഒരുപാട് മെസ്സേജ് വന്നിരുന്നു, കപ്പെടുക്കില്ലേ. അങ്ങനെ എടുക്കാതെ അവിടെ പോവാൻ. അത് നമ്മുടെ ഒരു ധൈര്യമാണ്. കാരണം നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് നമുക്ക് തരുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഒരുപാട് വീട്ടമ്മമാർക്ക് സന്തോഷമായിട്ടുണ്ടാവും. ചില വീട്ടമ്മമാർക്ക് കപ്പെടുക്കണ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. ഐ ക്യാൻ ഫീൽ യുവർ വൈബ് ഫ്രം ഹിയർ. ബിക്കോസ് എന്താ പറയാ, കമന്റ്സിലൂടെ ഞാൻ കണ്ടതാണ് നിങ്ങളുടെ ഒരു വെപ്രാളം, അവര് കരയുമ്പോഴും എല്ലാമായിട്ട്. അപ്പോൾ സോ ഫൈനലി ദിൽഷയ്ക്ക് ശേഷം ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 7 ഒരു ലേഡി വിന്നറാണ് വന്നിരിക്കുന്നത് ഗൈസ്. അത് ചെറുതായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഇത്രയും ദിവസം സർവൈവ് ചെയ്ത്, അതായത് കുത്തുവാക്കുകള്, അതേപോലെ തന്നെ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷനിൽ അത് പറഞ്ഞാൽ കൈൻഡ് ഓഫ് അവോയ്ഡിങ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പുറത്താണെങ്കിലും PR പ്രശ്നങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ ഇപ്പൊ തൊട്ട് മുമ്പ് വരെ തൊപ്പിയൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ തൊപ്പിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് തൊപ്പിക്ക് ഇഷ്ടമുള്ളത് തൊപ്പി വോട്ട് വാങ്ങിച്ചോട്ടെ എന്നുള്ളൊരു സാധനം ഞാൻ പറഞ്ഞിരുന്നു. അത് തൊപ്പിയുടെ ഇഷ്ടമാണ് ആർക്ക് വോട്ട് ചോദിക്കണം എന്നുള്ളത്, എന്റെ ഇഷ്ടമാണ് ആർക്ക് വോട്ട് ചോദിക്കണം എന്നുള്ളത്, നിങ്ങളുടെ ഇഷ്ടമാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ചില ഇതിൽ ഞാൻ കണ്ടായിരുന്നു 2 വീടുണ്ട്, അതേ പഴയ വീട്ടിൽ വന്നിരുന്നിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. അതേപോലെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ പോയിരുന്നു വോട്ട് ചോദിച്ചിരുന്നു എന്നൊക്കെ. ഇതൊന്നും ഞാൻ എന്റെ കണ്ണാൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കൊന്നും പറയാനും പറ്റില്ല. പിന്നെ എനിക്കറിയത്തില്ല എന്താണ് ഇങ്ങനത്തെ ഒരു മാനിപ്പുലേഷൻ. അപ്പോൾ ഒരുപാട് മാനിപ്പുലേഷൻസ് ഉണ്ടായിരുന്നു. എന്തും ആയിക്കോട്ടെ, ഫൈനലി സത്യം ജയിച്ചു. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർ പറയും, ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി PR പോലെ ലെറ്റ് ദം ടോക്ക്. കാരണം ബുദ്ധിയും ബോധം ചോറും കഴിക്കുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കഷ്ടപ്പെടുന്നവൻ ഒരു നാൾ ഒരു ദിവസം വരും. ഇവിടെ എൻ്റെ അമ്മ പറഞ്ഞു, ദൈവം കാണുന്നുണ്ട്, നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ്. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും, എന്നാലും പക്ഷെ നല്ലത് വന്നു. ഫൈനലി നമ്മുടെ അനുമോള് കപ്പ് എടുത്തിരിക്കുകയാണ്. ലിറ്ററലി ഞാൻ പറയാലോ, എൻ്റെ ആരുമല്ല അനുമോള് കപ്പ് എടുത്തു എന്ന് വെച്ചിട്ട് എനിക്ക് പേഴ്സണലി ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല, ആ കുട്ടിക്ക് എന്നെ അറിയില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ദേവു എന്ന് പറയുന്ന ഒരു വ്യക്തി അനുമോളെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അനുമോളുടെ കപ്പെടുത്തൽ സന്തോഷിക്കുന്ന ഒന്നും ആ കുട്ടിക്ക് അറിയില്ല. ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. കാണാൻ പറ്റണം എന്നാണ് ആഗ്രഹം. കണ്ടാൽ തന്നെ അനുമോൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഒരു ഡോളും പ്ലാനാക്കി വെച്ചിട്ടുണ്ട്.
സോ യൂണിവേഴ്സ് ഞങ്ങളെ തമ്മിൽ മീറ്റ് ആക്കിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ചെറിയ ലോകമല്ലേ, അപ്പൊ നമുക്ക് എന്തായാലും ചെറിയ ലോകം ഇൻ ദ സെൻസ് ലൈക്ക് കാണേണ്ട പോലെ കാണേണ്ട സമയത്ത് കാണുമല്ലോ. കാരണം എസ്പെഷ്യലി ആ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. അപ്പൊ അത് ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. റീ എൻട്രി കയറുന്നവരുള്ള രീതിയിൽ നല്ല പണിയെല്ലാം ഒപ്പിച്ചു, എല്ലാ പ്രശ്നങ്ങളും ആ കൊച്ചിന്റെ തലയിൽ കൊണ്ടിട്ടു. ഫുഡിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു, എപ്പോഴും കരച്ചിലാന്ന് പറയുന്നു, പിന്നെ പ്രാക്കാന്ന് പറയുന്നു, പാവയ്ക്ക് കണ്ടന്റ് കൊടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ 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 എന്തെല്ലാം കേട്ടു ഈ ഒരു സീസണിൽ. ആ കുട്ടി കേട്ട കാര്യങ്ങൾ ഒട്ടും കുറവല്ല. ഇനി എനിക്കൊരു പ്രാർത്ഥന ഉള്ളത്, പുറത്തിറങ്ങിയിട്ടുള്ള ഈ സൈബർ ബുള്ളിങ് കാണുമ്പോൾ, അതായത് ബിഗ് ബോസ് 100 ഡേയ്സ് നിന്ന് പുറത്തിറങ്ങിയ അനുവിന് ഈ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഗ്രാസ് ആണ്. ഗ്രാസ് അതും പച്ച ഗ്രാസ് അല്ല, ഉണങ്ങിയ ഗ്രാസ് ആണ്. അപ്പൊ ആ കുട്ടി അതിനെ അങ്ങനെ എടുക്കാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥന ഉള്ളൂ. കാരണം ശൈത്യോട് പറഞ്ഞ മാതിരി കമന്റ്സ് നോക്കാതിരിക്കുക, ലെറ്റ് ദം ടോക്ക് വാട്ട് ദേ വോണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ മുന്നോട്ട് ഫോക്കസ് ചെയ്ത് പോട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് ഞാൻ വിഷ് ചെയ്യുന്നത്. അതിന് എല്ലാ സപ്പോർട്ടും അവരുടെ ഫാമിലിയും ഫ്രണ്ട്സും കൊടുക്കട്ടെ, നമുക്കും പ്രാർത്ഥിക്കാം. കാരണം പുറത്തിറങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ സംഭവം കാര്യങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ആ കൊച്ചിൻ്റെ കിളിയും കിളിക്കൂടും പോകും. പക്ഷെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന ഒരു തൊലിക്കട്ടി, മനക്കട്ടി, എക്സെട്ര സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ എന്താ പറയുക, എന്താണ് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മാർപ്പാപ്പയെ കുരിശു വരയ്ക്കാൻ പഠിപ്പിക്കേണ്ടെന്ന് പറയുന്ന പോലത്തെ സാധനം. അപ്പോൾ ഫുൾ ഓൺ വൈബോട് കൂടിയിട്ട് അനു ഇന്നലെ പറയുന്നുണ്ട് ഞാൻ സ്ട്രോങ് ലേഡിയാണ്. നമ്മളിപ്പോൾ സ്ട്രോങ് ലേഡി അല്ലെങ്കിൽ പോലും യെസ് ഐ ആം സ്ട്രോങ് എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അപ്പോൾ എനിക്ക് കുറേ സംസാരിക്കണമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ലൈക്ക് നമ്മളൊക്കെ ഒരു ഫാമിലി ആയിട്ട് നിന്നിട്ട് ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു. നിങ്ങൾ കമന്റ്സിലൂടെയും നിങ്ങളുടെ കമന്റ്സിലെ കാര്യങ്ങൾ പലതും എടുത്തിട്ട് എൻ്റെ വോയിസിലൂടെയും ഞാൻ വോയിസ് റേസ് ചെയ്തു. അപ്പോൾ പലരും മേ ബി എനിക്കും ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് എനിക്കും ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് വരെ എൻ്റെ അടുത്ത് ചൂടായിട്ടുണ്ട്, വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അവർക്ക് ഇത് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടമെല്ലാം വേണ്ടി എനിക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ കണക്ട് ആയ ഒരു ഒറ്റ കാര്യമുണ്ട്. ഷീസ് ലിവിങ് ഫോർ ഹെർ ഫാമിലി, ഷീസ് സ്ട്രഗ്ലിങ് ഫോർ ഹെർ ഫാമിലി. എത്ര പ്രശ്നം വന്നിട്ടും പിടിച്ചു നിൽക്കുന്ന ഒരു മൈൻഡ് ഉണ്ട്. കടം കാര്യങ്ങൾ അപ്പോൾ പലരും പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടെങ്കിലും ഷീസ് ലിവിങ് ഫോർ ഹെർ ഫാമിലി. ഒരു പെൺകുട്ടിക്ക് കടം വരുമ്പോൾ ആ പെൺകുട്ടി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, ആ പെൺകുട്ടി കേൾക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പം ആ പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ ഞാനൊരു പെണ്ണല്ലേ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ 100 ഡേയ്സ് ആണെങ്കിൽ എനിക്ക് ഇവിടെ നിന്നേ പറ്റൂ. പോയ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം സക്സസ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുന്ന ആ കുട്ടിയെ അത് എനിക്ക് ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ലേ, അനു ചിലപ്പോൾ എന്നെ അറിയോ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച പോലെ തന്നെ സംഭവം സക്സസ് ആയിരിക്കുകയാണ്. അനുമോള് കപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്, എന്നാലും ഈ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാണ്, താങ്ക് യു സോ മച്ച്. എന്നെയും എൻ്റെ മോളെയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അവൾക്ക് യുനോ നിങ്ങളിൽ നിന്ന് കിട്ടിയ എനിക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് ഇനി മുന്നോട്ട് വേണം എന്നുള്ളത് ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്യണം അല്ലേ. നമ്മളൊരു ഫാമിലി അല്ലേ, റിക്വസ്റ്റ് എന്തിനാ ഫാമിലിയിൽ എന്തൊരു റിക്വസ്റ്റ് ഒക്കെ മര്യാദയ്ക്ക് സപ്പോർട്ട് ചെയ്തോട്ടോ, അല്ലെങ്കിൽ എനിക്ക് കരച്ചിൽ വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ഫാമിലി എല്ലാവരും ഹാപ്പി ആയിട്ട് കൂളായിട്ട് ചില്ലായിട്ടിരിക്കുക. എനിക്ക് ഈ ഒരു കപ്പ് എടുത്തതിലൂടെ എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, സത്യം ജയിക്കും, സത്യമേ ജയിക്കും. മനസ്സിൽ നല്ല ഇൻറ്റൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര സ്ട്രഗിൾ ചെയ്താലും നമ്മൾക്ക് സക്സസ് വരും. ചിലപ്പോൾ നമ്മൾ അറിയാത്ത ആൾക്കാർ വരെയായിരിക്കും നമ്മളോട്ട് വരിക. ഇനിയും സംസാരിച്ച് ചിലപ്പോൾ എൻ്റെ കുറേ കാര്യങ്ങളിലൂടെ ഞാൻ പോയിട്ട് ചിലപ്പം ഞാനും ചിലപ്പോൾ ഒരു ഇതാവും. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ഈവൻ ഐ എം ഓൾസോ ഇൻ എ സ്ട്രഗ്ലിംഗ് വേ, ബട്ട് നെവർ എവർ ഗീവ് അപ്പ്. അനുമോൾ എനിക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു എക്സാമ്പിളായി. ബിക്കോസ് ഇന്നലെ അനുമോൾ പറഞ്ഞ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു. ലൈക്ക് നല്ലതേ വരൂ, നല്ലത് മാത്രമേ വരൂ എന്നുള്ളത്. അത് അങ്ങനെ തന്നെ സംസാരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ലവ് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഈ ഒരു ബിഗ് ബോസ് ജേർണിയിൽ എൻ്റെ കാര്യങ്ങളെ എൻ്റെ റിവ്യൂസും കാര്യങ്ങളെയും ജെന്യൂനായിട്ട് നിങ്ങൾ ആ ഒരു ജെന്യൂനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയതിലും സജഷൻസ് തന്നതിലും അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ ഷെയർ ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദി. ഇനിയും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ലവ് യു ഓൾ. അപ്പോൾ നമ്മുടെ അനുക്കുട്ടി കപ്പെടുത്തു, ഒരുപാട് പ്രശ്നങ്ങൾ താണ്ടി കപ്പെടുത്തു. യെസ്.